ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോണത് കുറച്ച് എക്സ്പെരിമെൻ്റാണ്. അതെ, പലരും ചെയ്ത കുറച്ച് എക്സ്പെരിമെൻറ്റ്. അതിനു മുന്നായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാൽ പിന്നെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ പറയാൻ പോണ ആദ്യത്തെ എക്സ്പെരിമെൻ്റാണ് ചിക്കൻ എക്സ്പെരിമെൻറ്റ്. ഇത് ചെയ്തത് ബൂ സി ബ്രെയിൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബറായിരുന്നു. അദ്ദേഹം ഇതുപോലെ ലക്ഷക്കണക്കിന് തീപ്പെട്ടിക്കൊള്ളിൽ ഉപയോഗിച്ച് ഒരു വീട് ചെയ്തു. അതെ, വീട്, ഇതുപോലത്തെ ഒരു വീട്. എന്നിട്ട് ഇതിനകത്തൊരു കോഴി, അതെ കോഴി, അതിനാണല്ലോ ചിക്കൻ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിനകത്തൊരു കോഴി വെച്ചു. പക്ഷേ ജീവനുള്ള കോഴിയല്ല, ജീവനില്ലാത്തൊരു കോഴി. അതിന് ചുറ്റുമായിട്ടൊരു അലുമിനിയം ഫോയിൽ ഇതുപോലെ ചുറ്റിയിട്ട് ഇതിനകത്ത് വെച്ച് ഇത് കത്തിച്ചു. എന്താ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഈ ലക്ഷക്കണക്കിന് തീപ്പെട്ടികൾ വെച്ചതുകൊണ്ട് തന്നെ ഈ ഹീറ്റ് എന്ന് പറയുന്നത് നല്ല ഹൈലി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഈ ചിക്കൻ ഒരു തന്തൂരിയായി മാറിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് കാണാം. ഇനി ഞാൻ പറയാൻ പോണ രണ്ടാമത്തെ എക്സ്പെരിമെൻ്റാണ് ഗ്ലാസ് ബ്രേക്ക്. അതെ ഫ്രണ്ട്സ്, ചില ഗ്ലാസ് പെട്ടെന്ന് പൊട്ടും, ചിലത് അങ്ങനെയല്ല. ഹാർബർ കൊണ്ട് അടിച്ചാലും പൊട്ടില്ല. എന്നാൽ എത്ര വലിയ ഗ്ലാസ് ആണെങ്കിലും, എത്ര പവർഫുൾ ഗ്ലാസ് ആണെങ്കിലും ചെറിയൊരു പീസ് ഓഫ് അതിൻ്റെ മെറ്റൽ കൊണ്ട് നമുക്ക് പൊട്ടിക്കാൻ കഴിയും. അത് എങ്ങനെയാണെന്നുള്ളത് വീഡിയോയിൽ കണ്ടു നോക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതന്നെ, ഇതുകൊണ്ട് എറിയുമ്പോഴേക്കും അത്രയും പവറുള്ള ഗ്ലാസ് പോലും പൊട്ടുന്നത് എന്തുകൊണ്ടാണെന്നുള്ള സംശയം നിങ്ങൾക്കും ഉണ്ടാവും. പറഞ്ഞുതരാം. വേറൊന്നുമില്ല, നമ്മൾ ഇതുകൊണ്ട് എറിയുമ്പോൾ ഇതിൻ്റെ ഫുൾ ഓഫ് ഫോഴ്സും, അതായത് ഈ ചെറിയ കഷ്ണത്തിൻ്റെ ഫുൾ ഓഫ് ഫോഴ്സും ഈ ഗ്ലാസ്സിൻ്റെ ചെറിയൊരു ഭാഗത്താണ് തട്ടുന്നത്. അതുകൊണ്ടാണ് ചെറിയൊരു ഭാഗത്ത് വലിയ ഫോഴ്സ് അനുഭവപ്പെടുമ്പോൾ ഈ ഗ്ലാസ് പൊട്ടുന്നു. ഇതാണ് ഇതിൻ്റെ ബാക്കിൽ മറഞ്ഞിരിക്കുന്ന ഒരു സയൻസ്. ഇനി നമ്മുടെ മൂന്നാമത്തെ എക്സ്പെരിമെൻ്റ്, അതെ സ്നേക്ക് വെനം. അതെ, ഈ ലോകത്ത് പലതരത്തിലുള്ള പാമ്പുകളുണ്ട്. അതിൽ പലതും നമ്മളെ കടിച്ചാൽ നമ്മൾ മരിക്കും. എന്നാൽ എങ്ങനെ നമ്മൾ മരിക്കുന്നു? അതെ, ഈ വിഷം നമ്മുടെ ശരീരത്തിലെ ബ്ലഡിൽ പോവും ആദ്യം. എന്നിട്ട് ഈ ബ്ലഡിലൂടെ നമ്മുടെ ശരീരം മൊത്തം എത്തും. എന്നാൽ ഒരു സയൻറ്റിസ്റ്റ് ചോദിച്ചു, ഈ വിഷം നമ്മുടെ ബ്ലഡിലെത്തിയ ബ്ലഡിന് എന്താണ് സംഭവിക്കുന്നത്? അങ്ങനെ അദ്ദേഹത്തിനൊരു ഡൗട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്ത ഒരു എക്സ്പെരിമെൻ്റ്, അതായത് പാമ്പ് പിടുത്തക്കാരുടെ അടുത്ത് പോയിട്ട് അതിൻ്റെ വിഷം എടുത്ത് എന്നിട്ട് ആ വിഷം നമ്മുടെ ബ്ലഡിൽ മിക്സ് ചെയ്തു. അപ്പോൾ നമ്മൾ കണ്ടതാണ് നമ്മുടെ ചോര അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് ഈ വിഷം മൂലം ടൈറ്റാവാൻ തുടങ്ങി. എന്നിട്ട് ഒരു ജെല്ലി പോലെ ആയി എന്നാണ് നമ്മൾ കണ്ടുപിടിച്ച സയൻസ്. ഇങ്ങനെയാണ് പലരും പാമ്പ് കടി ഏറ്റ് മരിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോണ നാലാമത്തെ എക്സ്പെരിമെൻറ്റ്, അതന്നെ സ്നേക്ക് ബോംബ്. അതെ, നമ്മൾ വിഷുവിന് പലതരത്തിലുള്ള ബോംബ് പൊട്ടിക്കാറുണ്ട്. അതെ, എന്നാൽ ഇതുപോലത്തെ ബോംബ് ചിലരും പൊട്ടിക്കാറുണ്ട്. സ്നേക്ക് ബോംബ് കത്തിച്ചാൽ ഇങ്ങനെ വരുന്നത്, എങ്ങനെ പാമ്പ് പോലെ വരുന്നത്. അതെ, ഇത് ഉപയോഗിച്ച് ഒരു യൂട്യൂബർ നടത്തിയ ഒരു ചെറിയൊരു എക്സ്പെരിമെൻറ്റ്. അതന്നെ ഏകദേശം 1000കണക്കിന് ഇതുപോലെ ഉപയോഗിച്ച് അദ്ദേഹം ഒന്ന് കത്തിച്ച് നോക്കി. അതാരാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ ക്രേസി XYZ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ. അദ്ദേഹം ഇതുപോലെ 1000കണക്കിന് സ്നേക്ക് ബോംബ് കൂട്ടി വെച്ചിട്ട് അതിനെ ഒന്ന് കത്തിച്ച് നോക്കി. അപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത്. അദ്ദേഹം വിചാരിച്ച പോലെ അനകോണ്ട വരുന്നു. പക്ഷേ വന്നതാണെങ്കിലോ ഒരു കരിഞ്ഞുപോയ ടയറിൻ്റെ അവസ്ഥയാണ് കിട്ടിയത് അദ്ദേഹത്തിന് കണ്ടത്, അല്ലെങ്കിൽ നമുക്ക് കാണിച്ചു തരുന്നത്. ഇനി നമ്മുടെ അഞ്ചാമത്തെ എക്സ്പെരിമെൻറ്റ്, അതെ കൊക്കക്കോള ആൻഡ് മെൻഡോസ്. നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും റീൽസിൽ, അല്ലെങ്കിൽ പണ്ടത്തെ ടിക്ടോക്ക് അങ്ങനത്തെ യൂട്യൂബിൽ തന്നെ കണ്ടിട്ടുണ്ടാവും കൊക്കക്കോളയിൽ മെൻഡോസ് ഉപയോഗിച്ചുള്ള എക്സ്പെരിമെൻറ്റ്. എന്നാൽ കുറച്ച് റഷ്യൻ സയൻറ്റിസ്റ്റ് ഏകദേശം ലിറ്റർ കണക്കിന് കൊക്കക്കോള എടുത്ത് അതിൽ 1000കണക്കിന് മെൻഡോസ് ഇട്ടാൽ എന്താ സംഭവിക്കാമെന്ന് നോക്കി. അതെ, അവർ ചെയ്തു എന്ന് കിട്ടിയ റിസൾട്ടാണ് ഇത്. ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് അവർക്ക് ആവശ്യമായിട്ട് വന്ന് വലിയൊരു ടണലായിരുന്നു. പിന്നെ 10,000 ലിറ്റർ കൊക്കക്കോള, അതിനോടൊപ്പം തന്നെ 1,00,000 മെൻഡോസ് ആയിരുന്നു അവർക്ക് ഉപയോഗിച്ചത് അന്ന്. അങ്ങനെ ഉപയോഗിച്ച് വന്ന പ്രഷറായിരുന്നു ഇത് പൊട്ടിത്തെറിക്കാനുള്ള കാരണം. പൊട്ടിത്തെറിക്കാനുള്ള ചീറ്റാനുള്ള കാരണം. നമ്മൾ പറയാൻ പോണ ആറാമത്തെ എക്സ്പെരിമെൻറ്റ്, അതാണ് വാട്ടർ ജെറ്റ്. അതെ, വാട്ടർ ജെറ്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട്. അദ്ദേഹം ചെയ്ത എക്സ്പെരിമെൻറ്റ്, അദ്ദേഹം പല എക്സ്പെരിമെൻറ്റ് ചെയ്യാറുണ്ട് വെള്ളം ഉപയോഗിച്ച്. അതിലൊന്നാണ് ഞാൻ പറയാൻ പോണത്.
അതെ, ഏകദേശം 60,000 PSI എന്ന് പറയുന്ന ഫോഴ്സിലാണ് വെള്ളത്തെ സ്പ്രേ ചെയ്യുന്നത്. അതെ, അങ്ങനെ ചെയ്യുമ്പോൾ ഏതൊരു മെറ്റലെയും മുറിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഏറ്റവും ബലം കൂടിയ അല്ലെങ്കിൽ ശക്തി കൂടിയ ഒരു മെറ്റലായിരുന്നു ഇത്. ഇതിനെ പോലും ഈ വെള്ളം ഉപയോഗിച്ച് മുറിക്കാൻ പറ്റുമെന്ന് തെളിയിച്ച ഒരാളാണ് വാട്ടർ ജെറ്റ് എന്ന് പറയുന്ന യൂട്യൂബർ. എന്തായാലും ശരി, അടിപൊളി ആണ്. പിന്നെ അത് മാത്രമല്ല, ഇത് ഉപയോഗിച്ച് നമുക്ക് പല ഷേപ്പിലും പല സാധനത്തെയും മുറിക്കാൻ കഴിയുമെന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറയാൻ പോണ അടുത്ത എക്സ്പെരിമെൻ്റാണ് ഐസ് എക്സ്പെരിമെൻറ്റ്. അതന്നെ, നമ്മൾ വെള്ളം ഫ്രീസറിനകത്ത് വെച്ച് ഐസ് സോളിഡ് ഫോമിലാവാറുണ്ട്. അതന്നെ, ഐസ് ക്യൂബ് എന്ന രൂപത്തിലാവാറുണ്ട്. എന്നാൽ ഇത് ആവുന്നതിന് തൊട്ട് മുന്നേ ഒരു സ്റ്റേറ്റ് ഉണ്ട്, ഫ്രീസിങ് പോയിൻ്റ്. അതായത് ഈ വെള്ളത്തെ സൂപ്പർ വാട്ടർ എന്ന് വിളിക്കുന്ന ആ സ്റ്റേറ്റ്, അതായത് തൊട്ട് മുന്നേ, ഇത് ഐസ് ക്യൂബ് ആവുന്നതിന് തൊട്ട് മുന്നുള്ള അവസ്ഥ. ആ സമയത്ത് നമ്മൾ ഇതിനെ പുറത്തെടുത്ത് ഒരു ഫോഴ്സിന് കൊടുക്കുകയാണെങ്കിൽ ഇത് ഐസ് ക്യൂബിലോട്ട് പെട്ടെന്ന് തന്നെ ആവുമെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വെച്ചാൽ, ഈ വെള്ളത്തിലുള്ള മോളിക്യൂൾസ് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇത് തമ്മിലൊരു കൂട്ടിമുട്ടിയിട്ട് ഫുൾ അട്രാക്റ്റീവും കാന്തം ഒട്ടിപ്പിടിക്കുന്ന പോലെ ഈ വെള്ളത്തിലുള്ള ക്യൂബുകൾ ഒട്ടിപ്പിടിച്ച് ഒരു ക്യൂബിൻ്റെ ഫോമിലാവുമെന്നാണ് സയൻസ് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോണ 8th എക്സ്പെരിമെൻറ്റ്, അതന്നെ ഫ്രോഗ് എക്സ്പെരിമെൻറ്റ്. എന്താണ് ഈ എക്സ്പെരിമെൻറ്റ്? അതന്നെ, നമ്മൾ ലാവ കണ്ടിട്ടുണ്ട്, എവിടെ സിനിമയിലോ അല്ല യൂട്യൂബിലോ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഈ ലാവയിൽ ഒരു തവളേനെ കൊണ്ടുവന്ന് ഇരുത്തി എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ പറയാൻ പോണത്. അല്ലെങ്കിൽ ഒരു യൂട്യൂബർ ചെയ്തത്. നല്ല ഹൈ ടെമ്പറേച്ചർ താങ്ങുന്ന ഒരു ടണൽ എടുത്തിട്ട് അതിൽ ലാവ ഒഴിച്ചിട്ട് അതിലൊരു മരിച്ച് അല്ലെങ്കിൽ ചത്തുപോയ ഒരു തവളേനെ കൊണ്ടുവന്ന് ഇരുത്തി എന്താ സംഭവിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹം നോക്കിയത്. ഇത് 1 മിനിറ്റ് ആയില്ല, അതിന് മുന്നേ തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ ഉരിഞ്ഞ് ആ കരിഞ്ഞ അവസ്ഥയിലായെന്നാണ് കണ്ടത്. ഇനി നമ്മുടെ 9ാമത്തെ എക്സ്പെരിമെൻറ്റ്, അതിനെ റോഡർ ആൻഡ് ഗ്ലൂ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അതന്നെ, ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ വീട്ടുകളിൽ പാറ്റ, അതുപോലെ തന്നെ പ്രാണികൾ, ഇതിനൊക്കെ പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗ്ലൂ, അതായത് നോൺ ടോക്സിക് ഗ്ലൂ, വിഷമില്ലാത്തൊരു ഗ്ലൂ. അതിനെ ഇത് ഉപയോഗിച്ച് മനുഷ്യരെയും പിടിക്കാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം. അതെ, യൂട്യൂബിൽ സയൻസ് ചാനൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ചെയ്തൊരു എക്സ്പെരിമെൻറ്റ്. അതിനായിട്ട് ഇവർ ഫുൾ സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു ക്ലോത്തൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു മാസ്ക് ഒക്കെ ഉപയോഗിച്ച് ഇവർ അതിലോട്ടൊന്ന് ഇറങ്ങി നോക്കി. രസകരമായ കാഴ്ചകളായിരുന്നു പിന്നീട് കണ്ടത്. ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതുപോലെ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അപ്പുറത്തുള്ള തൊട്ടുള്ള ബെല്ലൈക്കണാക്കി ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.